ഈ പഠനകാലത്ത് ഇപ്പോൾ കുറേ തീരുമാനങ്ങളെടുത്തു. ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഏത് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇത്ര വർഷം എക്സാം എഴുതി ക്ലിയർ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടോപ്പ് 3 പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും? നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇടാതിരിക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എക്സാം ഇപ്പം കുറച്ച് നീട്ടി വന്നാലും നമ്മൾ അതിനായിട്ട് ടച്ച് വിടാതിരിക്കുക. ടച്ച് വിട്ടാൽ തന്നെ നമ്മൾ പിന്നെ തുടക്കം മുതൽ വീണ്ടും തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം GK ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ലിമിറ്റഡ് സോഴ്സ് അല്ല GK ഒക്കെ. അപ്പം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്ഡേറ്റഡ് ആയിരിക്കുക. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നുണ്ട്. GKയിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ 3 ഹോട്ട് പോയിന്റ്സ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഗ്യാപ്പ് വേണ്ട എന്ന് പറയുന്നു. പഠനത്തിലൊരു ഗ്യാപ്പ് വേണ്ട. പിന്നീട് അപ്ഡേറ്റ് ആയിരിക്കുക. ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക, അതിലെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ഡെപ്തിൽ പോകണോ, വേണം, പ്രസ്താവന ചോദ്യങ്ങൾ വേണോ, പഠിക്കണം. 3-ാമത്തെ പോയിന്റ്, ഗിവപ്പ് ചെയ്യാതിരിക്കുക, ഉപേക്ഷിക്കാതിരിക്കുക. സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം വരും, അല്ലേ? അങ്ങനെ ഈ ഒരു ചിരി നിങ്ങളുടെ മുഖത്തും വിരിയും, അത് ഉറപ്പാണ്. കാത്തിരിക്കുക, ഉപേക്ഷിക്കാതിരിക്കുക, എല്ലാവരും പഠിക്കുക, നമുക്ക് ജോലി നേടാം. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളും നടന്നെടുക്കും, ഇത് ഉറപ്പാണ്. CCയോടൊപ്പം നമുക്ക് പഠിക്കാം. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.